ഗായ്സ് ഞങ്ങൾ ടൂർ പോവുകയാണ് ഗായ്സ്. ഞങ്ങളിവിടെ ശനിയാഴ്ച ഇതാണ് ഡ്രൈവർ ഫസൽ. ലൈറ്റില്ല. കുഞ്ഞു അല്ലെങ്കിൽ കമോൺ കണ്ണൊന്നും കിട്ടിയില്ലേ? എല്ലാരും കിട്ടി. അപ്പോൾ ഞങ്ങൾ ഊട്ടിയിലേക്കൊരു യാത്ര പോവാണ്. ശരിക്കും അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒന്നും വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളിവിടെ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് കുളപ്പുറത്ത് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് അർജുനോട് ചോദിച്ചത്, അശ്വിനേച്ചി നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യണ്ടേ എന്നുള്ളത്. ആ ഒരു സമയത്ത് ഞങ്ങൾ ആ ഒരു കുളപ്പുറത്ത് നിന്നാണ് കേട്ടോ വണ്ടിയുടെ ആ ഒരു ഇത്. എന്നിട്ട് ഒരു ഇൻട്രഡക്ഷൻ അർജുൻ തന്നെ അങ്ങോട്ട് തുടങ്ങി തന്നു. അപ്പോൾ ഫുഡൊക്കെ വാങ്ങി ഞങ്ങൾ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അത് അവിടെ എല്ലാവരും ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്നാക്സൊക്കെ ഇരുന്ന് എല്ലാവരും കഴിക്കുകയാണ്. മഞ്ചേച്ചി ചെറിയ കുട്ടികളെ പോലെ ചോക്കോബാറാന്ന് തോന്നുന്നുണ്ട് കഴിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഒരു യോ ഒക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്കറിയാലോ, ആ സ്റ്റാർട്ടിങ്ങിൽ വല്ലാത്തൊരു വൈബായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഡാൻസൊക്കെ ചെയ്യുകയാണ് എല്ലാവരും കൂടെ കൂടിയിട്ട്. മഞ്ചേച്ചിയൊക്കെ നല്ല വൈബിലാണ്. പിന്നെ ജിഷേച്ചി വേറൊരു ടൈപ്പാണ്. ജിഷേച്ചിനെ ആ വൈബിലേക്ക് എനിക്ക് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് വല്ലാത്തൊരു പണിയാണ്. എന്നാലും കുറച്ച് ഡാൻസൊക്കെ ജിഷേച്ചി കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അത് വേറെ ആരുടെയോ ഒരു ഫോണിലാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് ഒരു യാത്ര പോവുകയാണ്. നമുക്ക് ഊട്ടി കാണുക എന്നുള്ളത് മാത്രമായിരുന്നില്ല കേട്ടോ. നമുക്ക് നല്ല അടിപൊളി ഒരു നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് ഒരു യാത്ര, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ഥലം കാണുക എന്നുള്ളതിനേക്കാളും നമുക്ക് ഒന്നിച്ചൊരു എൻജോയ്മെൻറ്റ് ചെയ്തിട്ടുള്ളൊരു യാത്ര, അതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് കേട്ടോ. അപ്പോൾ അതാ കുട്ടികളൊക്കെ ഒരു എൻജോയ്മെൻറ്റ് മോഡിലാണ്. അപ്പോൾ നല്ല ഉഷാറായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ഇപ്പോൾ അത് ഗൂഡല്ലൂരെത്തിയിട്ട് നമ്മൾ അവിടെ ഒരു റൂം എടുത്തു. 2 റൂം എടുത്തു. നമ്മൾ കുട്ടികളും ലേഡീസിനും കൂടെ ഒരു റൂമും ജെൻസിന് വേറെ റൂമും അങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വന്ന് രാവിലെ എണീറ്റ് രാവിലെ തന്നെ എണീറ്റ് ഫ്രഷായി. നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല കുട്ടിയായിട്ട് ഫ്രഷായി. അപ്പോൾ ഇതാ മഞ്ജുവേച്ചി എന്തോ തിരയാണ്. അപ്പോൾ അച്ചാറൊക്കെ കൊണ്ടുപോകുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ. പക്ഷേ മഞ്ജുവേച്ചി വീഡിയോ എടുക്കണ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജിഷേച്ചി പിന്നെ എന്നത്തെ പോലെ തന്നെ അടിപൊളി കത്തി വെക്കലാണ്. ഹലോ. പിന്നെ ഞങ്ങളതായിട്ടുള്ള രീതിയിലുള്ള കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷായി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരാൾ മേക്കപ്പ് ചെയ്യുകയാണ്. മിസ് ആരാണ്? ജിഷ മോഹന. വേറെ സിൽമാടിതാ. ഇതാണ് മഞ്ജു പിള്ള. അപ്പോൾ ഇതായിരുന്നു നമ്മൾ റൂം എടുത്തു എന്നൊക്കെ പറഞ്ഞില്ല, അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇതായിരുന്നു. ഗൂഡല്ലൂർ തന്നെയാണ് കറക്റ്റ്. ആ ഒരു ഇത് തന്നെയാണ് വരുന്നതെന്ന് തോന്നുന്നുണ്ട്. റോഡ് സൈഡിൽ തന്നെയാണ് വരുന്നത്. പിന്നെ അപ്പോൾ രാവിലെ ഉള്ള ആ ഒരു വ്യൂ ആണ്. നമ്മളിപ്പോൾ എണീറ്റു സമയം കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പോയത്. അപ്പോൾ ഇവിടെയായിരുന്നു ഇവർ കിടന്നിട്ടുണ്ടായിരുന്നത്. അർജുനും പിന്നെ ജിത്തു, പിന്നെ നമ്മളെ ഡ്രൈവർ ഫസലും ഉണ്ടായിരുന്നു. പിന്നെ ഷിജു സാർ ഉണ്ടായിരുന്നു, കുട്ടേട്ടൻ ഉണ്ടായിരുന്നു. അവിടെ കറണ്ടൊക്കെ പോയി. ഞാൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ കറണ്ട് പോയി. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തു. നമ്മൾ അവിടെ നിന്ന് എല്ലാവരും ഫ്രഷായി ഇറങ്ങുകയാണ് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബാഗൊക്കെ എടുത്ത് എല്ലാവരും വണ്ടിയിലൊക്കെ കയറുകയാണ്. അപ്പോൾ ഇനി അടുത്ത ലക്ഷ്യം എന്താ വെച്ചാൽ കഴിഞ്ഞ് വിചാരിച്ചാൽ നമുക്ക് ഫുഡ് കഴിക്കണം. ഇപ്പോൾ ഇതാ ജിഷേച്ചി കയറുകയാണ് വണ്ടിയിലേക്ക്. മഴ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടുന്ന് അങ്ങനെ ഒരുപാട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ മഴ പെയ്യാതിരുന്നത് വളരെ നന്നായി. അതുകൊണ്ട് നമുക്ക് ആ ഒരു യാത്ര എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഊട്ടിയിലെത്തിയപ്പോഴും മഴയൊന്നും അധികം ഉണ്ടായിരുന്നില്ല, നല്ല രസമായിരുന്നു. അപ്പോൾ ഇതാ എല്ലാവരും ആ രാവിലെ ഫ്രഷായി വന്നതിൻ്റെ ഒരു ഉഷാറാണ്. ഞാൻ വാള് വെച്ചൊരു വിധായി ഉണ്ടായിരുന്നു. എനിക്ക് വണ്ടിയിൽ കയറി ദൂരയാത്ര പോയാൽ അപ്പം ഞാൻ ഛർദ്ദിക്കും. അതുകൊണ്ട് ഞാൻ ഭയങ്കര ക്ഷീണത്തിലായിരുന്നു. ഡാൻസൊക്കെ കളിച്ച് തളർന്ന് തരിപ്പണായിട്ടാണ്. പിന്നെ ഇന്ന് രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഉഷാറായി വന്ന് കയറിയതാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്തു, ഇങ്ങനെ പോവാ. എല്ലാവരും കൂടെ എന്നെ കൊന്ന് തിന്നാണ്. ഞാൻ തമിഴ്നാട്ടിലെ പ്രൊഡക്റ്റാണെന്നാണ് എല്ലാവരും പറയുക എൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ എന്നെ കളിയാക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. ഞാനൊരു തമിഴ് ലുക്കാണെന്നാണ് ഇവർക്ക് പറയാറുള്ളത്. അപ്പോൾ ഞാനൊരു നഗ്നസത്യം അർജുനോട് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. സാരില്ല, ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ എല്ലാവരും കൂടെ എന്നെ കുറേ എൻ്റെ ചോര കുടിച്ചുകൊണ്ട് പോവുകയാണ്. ഞാനതൊരു നല്ല എൻജോയ്മെൻ്റ് ആയിട്ട് തന്നെ എടുക്കുകയും ചെയ്തു. എനിക്കത് ഞാനതൊരു തമാശ മോഡിൽ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെയൊക്കെ കേൾക്കണതൊക്കെ. അപ്പോഴേക്കും നമ്മൾ അവിടെ എത്തി ചായ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അവിടെ ഉണ്ടായിരുന്ന ചായക്കടക്കാരൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നായിരുന്നു. രാധാകൃഷ്ണേട്ടനോടൊക്കെ നല്ല കമ്പനി അടിച്ച് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ മാത്രമല്ല അവിടുന്ന് ഞാനൊരു ഒരു ഫ്രണ്ടിനെയും കൂടെ അവിടെ നിന്ന് കണ്ടെത്തി. അപ്പോൾ ഇതാണ് അർജുൻ, തീരെ ഫുഡ് കഴിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനതിൽ ജിത്തുവാണ്. പിന്നെ കുട്ടികളൊക്കെ എല്ലാവരും വന്നിരുന്ന് കഴിച്ചു. ഇതാ കുട്ടേട്ടനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. കുട്ടേട്ടനെ കളിയാക്കാണ്, വേറെ ഒന്നുമല്ല. മഞ്ജു ചേച്ചി കുട്ടികളൊക്കെ എല്ലാവരും തണുപ്പ് വന്നിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു അവർക്ക്. പിന്നെ ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾക്ക്. അപ്പം അതിൻ്റെ ഒരു ക്ഷീണം അവരുടെ മുഖത്തുണ്ട്. അപ്പം അത് ആ ഫസലിൻ്റെ വീഡിയോ ഒക്കെ കാണുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വയ്യ. പിന്നെ കുറേ ട്രോളൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പരിചയപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ടാണ്, പേര് മറന്നുപോയി കേട്ടോ. ആൾ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്നിട്ട് ചായ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല വർത്താനൊക്കെ പറഞ്ഞു. എന്നിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ സബ്സ്ക്രൈബൊക്കെ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു അവിടെ നിന്ന് ചായയൊക്കെ കഴിച്ചു കേട്ടോ. 3 ഇഡ്ഡലി ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 3 വേണ്ട, 2 മതിയെന്ന്. അപ്പോൾ രാധാകൃഷ്ണേട്ടൻ്റെ അടുത്ത് പറഞ്ഞു നീയാണ് ഇവിടുത്തെ ഓണർ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരുടെ അടുത്ത് ബായി ഒക്കെ പറഞ്ഞ് പോവാണ് ഞങ്ങൾ. അപ്പോൾ വണ്ടിയിലൊക്കെ കയറി കുട്ടികളൊക്കെ കയറിയപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസൽ എങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരാണ്. ഫസലിൻ്റെ അടുത്തൊക്കെ ഐഫോണാണുള്ളത്. അപ്പോൾ നമ്മളൊക്കെ പാവങ്ങളല്ലേ, ജീവിച്ച് പോകട്ടെ. അപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് പോവുകയാണ്. ഇതാ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു ഡാൻസ് മോഡിൽ അപ്പോൾ മസനഗുഡി വഴിയാണ് നമ്മൾ ഊട്ടിയിലേക്ക് പോണത്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ കയറുകയാണ്. ടൈഗർ റിസർവിലേക്ക് കയറുകയാണ്. എനിക്ക് ഇതിലൂടെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇതിലൂടെ ഒരു യാത്ര. അപ്പോൾ അതിന് എനിക്ക് കുട്ടേട്ടനോടും ജിഷേച്ചിയുടെ അടുത്തും മാഷിൻ്റെ അടുത്തൊക്കെ ഷിജു സാറിൻ്റെ അടുത്തൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് 1 രൂപ പോലും ചിലവില്ലാണ്ടാണ് അവരെന്നെ കൊണ്ടുപോയത്, എന്നെ എൻ്റെ കണ്ണനെയും കൊണ്ടുപോയത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് തന്നതിൽ അവരോട് താങ്ക് യു സോ മച്ച്. അപ്പോൾ അപ്പോഴേക്കും നമ്മളവിടെ കയറി. എനിക്ക് മനസ്സിന് വളരെയധികം ഒരു കുളിർമയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പറയുമല്ലോ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോണ യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാന്നൊക്കെ പറയുന്ന പല റീലുകളും നമ്മൾ കണ്ട്. അത് വളരെ കറക്റ്റാണ്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ അത്. രണ്ടാമത് ചാട്ടത്തിന്
അതന്നെ പറഞ്ഞു എന്ത് ലുക്കതിനെ കാണേ. ഓ നല്ല തടിച്ചു കൊഴുത്താണ്. ആ അത് എവിടെയോ ഉരുണ്ട് പറഞ്ഞു വരിക. Good Ai, Subas. 1, 2, 3. അപ്പോൾ അതൊക്കെ കൊടുത്ത്, അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നതാണത്. അവിടെ എന്തോ കുന്നും മലയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ജീപ്പിൽ പോകാനുള്ള ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് വേണ്ട പറഞ്ഞു. ഇന്ന് ഞങ്ങൾ വീണ്ടും പോവാണ്. കുട്ടേട്ടൻ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി തരുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്തൊക്കെ. അപ്പോൾ ഞാൻ ഊട്ടിയിൽ ഞാൻ പോയിട്ടുണ്ട്. ഒരു ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് മുന്നേ ബാങ്ക് സ്റ്റാഫിൻ്റെ കൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു റൂട്ടിലൂടെ പോകുന്നത് ആദ്യമായിട്ടാണ്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് മാത്രമല്ല എൻ്റെ കണ്ണനും. അപ്പോൾ നമ്മളെന്നും പ്രായത്തിൽ ഇത്ര ചെറുപ്പത്തിൽ നമുക്ക് ഊട്ടിയൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലേ. പക്ഷേ കണ്ണനൊക്കെ ഭാഗ്യവാനാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഊട്ടിയൊക്കെ ഒന്ന് വന്ന് കണ്ടുവരിക എന്നൊക്കെ പറയണത് അവനും ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. നമ്മുടെ പ്രായത്തിലൊക്കെ നമ്മളിതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഞാനൊക്കെ ഊട്ടി കാണുന്നത് ഞാൻ ഒരു 2-3 വർഷം മുന്നെയാണ് ഞാൻ ഊട്ടി കാണുന്നത് ആദ്യമായിട്ട്. അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് നല്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്നറിയില്ല, നമുക്ക് നമ്മളെ മനസ്സ് ഫ്രീ ആയിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു ഇതെന്ന് പറയാൻ. വളരെ എൻജോയ്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെയാകുമ്പോൾ അതിനൊരു പ്രത്യേകത. അപ്പോൾ ഏകദേശം നമ്മൾ അവിടെ എത്താനായപ്പോഴേക്കും തന്നെ ഞാൻ സൈഡായിട്ടുണ്ടായിരുന്നു. വാള് വെക്കുന്നൊരു പ്രശ്നമുള്ളതുകൊണ്ട് എല്ലാ ജംഗ്ഷനിലും ഞാൻ വാള് വെച്ചിട്ടാണ് പോകുന്നത്. അർജുൻ പറയുണ്ടായിരുന്നു ഇനി ഊട്ടിയിലേക്ക് വരാൻ ആർക്കും വഴി തെറ്റില്ല, കാരണം അശ്വിനേച്ചി എല്ലായിടത്തും വാള് വെച്ചിട്ടുണ്ട്, അവിടെയൊക്കെ ഞാനൊരു കമ്പ് നട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി ആ ഒരു കമ്പ് നോക്കി പോയാൽ മതി എന്നൊക്കെയാണ് അവർ പറയുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എത്താറായ ഒരു സമയത്ത് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഫുഡാണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലെ ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അവിടെ എത്തുമ്പോൾ അവിടുത്തെ ഫുഡൊക്കെ കഴിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഫുഡ് എത്ര ടേസ്റ്റ് ഉള്ളതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടുത്തെ മസാലകളും കാര്യങ്ങളൊന്നും നമുക്ക് പിടിക്കില്ലല്ലോ. അത് കഴിക്കുമ്പോഴും കൂടിയാണ് നമുക്ക് ഈ കൂടുതൽ വൊമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ യാത്ര ചെയ്യുമ്പോൾ എനിക്കുള്ളൊരു പ്രശ്നമാണത്.
അപ്പോൾ നമ്മളെല്ലാവരും അവിടെ ഇറങ്ങി, നല്ല കാറ്റായിരുന്നു, അടിപൊളി. അപ്പോഴേക്കിന് തണുപ്പ് ഏകദേശം സെറ്റായിരുന്നു. പിന്നെ ഒരു സർപ്രൈസ് ടൂറായിരുന്നു കേട്ടോ അത്. എവിടേക്കാണെന്നൊന്നും കുട്ടേട്ടനും ജിഷേച്ചിയൊന്നും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് സെറ്ററൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടേട്ടൻ്റെ അടുത്ത് എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചപ്പോൾ കുട്ടേട്ടൻ പറഞ്ഞ് അതൊന്നും പറയില്ല, എൻ്റെ കൂടെ ഞങ്ങൾ ടൂറ് പോകുമ്പോൾ എങ്ങോട്ടാന്ന് ചോദിക്കരുതെന്നാണ് കുട്ടേട്ടൻ്റെ ഒരു പോളിസി കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നല്ല രസമുള്ള ഒരു ഈ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ അടിപൊളിയാണ്. ഇടയ്ക്കൊരു യാത്രയൊക്കെ പോകണമല്ലേ ശരിക്ക്. എന്താ പറയുക, ഇപ്പം ഞാൻ യാത്രകളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ സ്ഥലത്തേക്കാണെങ്കിലും കുറച്ച് ദൂരമുള്ള സ്ഥലത്തേക്കാണെങ്കിലും എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനും കണ്ണനും മാത്രമാണ് അധികം പോവാറുള്ളത്. അപ്പോൾ ഇപ്പം നമുക്ക് കൂടെ നമ്മുടെ വൈബിന് പറ്റിയ ആൾക്കാരും കൂടി ഉണ്ടാകുമ്പോൾ നല്ല രസമായിരിക്കും യാത്ര എന്ന് പറയുന്നത്. അടിപൊളിയാണ്. അപ്പം നമ്മൾ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോഴെങ്കിൽ അപാര തണുപ്പായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ വിറച്ച്, എനിക്ക് തണുപ്പ് തീരെ പറ്റില്ല. എന്നിട്ട് ഭയങ്കരമായിട്ട് സൈഡായിട്ടുണ്ടായിരുന്നു. കുട്ടേട്ടനെ കുറേ ചീത്തയൊക്കെ പറഞ്ഞു, ഞാൻ എൻ്റെ അടുത്ത് പറയാഞ്ഞിട്ടല്ലേ സെറ്റർ എടുക്കാത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവിടേക്ക് നമ്മൾ അതിലേക്കുള്ള ടിക്കറ്റൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഓൺലി ക്യാഷ് ഉള്ളൂ, GPay ഇല്ല, ക്യാഷ് തന്നെ കൊടുക്കണം എന്നൊക്കെ പറയാണ്. പിന്നെ നമ്മൾ ആ ഗാർഡനിലേക്ക് കയറുകയാണ്. ഇപ്പം ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു, നല്ല മഴ എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു കേട്ടോ മഴ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് അവിടുത്തെ ആ ഏട്ടനൊക്കെ ചിരിച്ചിട്ടതാ പോണു. പിന്നെ നല്ല അടിപൊളി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ വേറൊരു ലോകത്തേക്ക് കയറിയ പോലെയാണ്. പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് വീട്ടിലേക്കൊക്കെ കൊണ്ടുവരാനൊക്കെ തോന്നും, പക്ഷെ തൊട്ട കൈ വെട്ടും. നല്ല പൂ വീട്ടിലിടാ. അപ്പം അതിൻ്റെ ഇടയിലൂടെയൊക്കെ അങ്ങനെ നടക്കുകയാണ്. കണ്ണനെ ഞാൻ എന്തോ പറഞ്ഞ് ചീത്തയൊക്കെ പറയട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പ്രതിമ കണ്ടിട്ട് നമ്മളെ ഫസൽ പറയണത് ആ പരസ്യമായിട്ട് ആരോ കുളിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ഫസലിന് ഇവിടെയൊക്കെ പച്ചവെള്ളം പോലെ കാണാപ്പാടാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അവിടെയൊക്കെ വന്ന് കണ്ടുപോയതാന്നൊക്കെ പറഞ്ഞു. കുട്ടേൻ്റെ കൂടെ ഡ്രൈവറായിട്ട് തന്നെ വരുന്നതാണ് അവർ. ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെയാണല്ലേ. അപ്പോൾ ഈ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ, ഈ ഒരു ഗ്രാസിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ വളരെ അടിപൊളിയാക്കി. ഇത് എങ്ങനെയല്ല ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എന്തൊരു ഭംഗിയാണ്. നമ്മുടെ വീടുകളിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ എത്ര തവണ പോയാലും നമുക്ക് വീണ്ടും വീണ്ടും പോകണമെന്ന് തോന്നുന്ന സ്ഥലങ്ങളാണല്ലോ ഇതൊക്കെ അല്ലേ. അതുകൊണ്ട് എനിക്കിത് വീണ്ടും ഒരു പ്രാവശ്യം ഞാൻ പോയതാണെങ്കിലും എനിക്കിത് വീണ്ടും പുതിയതായിട്ട് കാണുന്ന ഒരു ഫീലിംഗ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇനി അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പം വീഡിയോ വളരെ ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ് ആഡ് ചെയ്യാതിരുന്നത്. കണ്ണൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നീ ഹാപ്പിയാണോ കണ്ണ, എങ്ങനെയുണ്ട് സ്ഥലങ്ങളൊക്കെ എന്ന്. അപ്പോൾ കണ്ണൻ പറഞ്ഞു അടിപൊളിയാണ് അമ്മേ, എനിക്ക് ഭയങ്കര സന്തോഷമായി. നാളെ സ്കൂളിൽ ചെന്നിട്ട് കുട്ടികളുടെ അടുത്തൊക്കെ പറയണം ഞാൻ ഊട്ടിയിലൊക്കെ പോയി എന്നുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞു.
അതിപ്പോ എന്തിനാടാ അതാ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നടന്നു വരികയാണ്. ചേച്ചിന്റെ യൂട്യൂബിലേക്കുള്ള എൻട്രി. കുട്ടേട്ടാ വരുമോ? കുട്ടേട്ടൻ നല്ല ഫോട്ടോ പോസിങ്ങിലാണ്. അതിൻ്റെ ഇടയിൽ കുട്ടേട്ടൻ പറഞ്ഞ അശ്വിനി നീ ഒരു വീഡിയോ എടുക്കുന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ മോഹൻലാൽ അതാ വരുന്നു, മോഹൻലാൽ വരുന്നത് പോലെ വരാനൊക്കെ പറഞ്ഞതാ. അപ്പം കുട്ടേട്ടൻ മോഹൻലാലായിട്ട് അങ്ങോട്ട് ജീവിച്ചു, അടിപൊളിയായിട്ട് അതാ വരുന്നു. പിന്നെ നമ്മുടെ ഡാൻസ് സെക്ഷൻ ആയിരുന്നു. നമ്മൾ ചെറിയ റീലും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ ജിഷേച്ചിയും അവർക്ക് നമ്മൾ 3 പേർക്കും കൂടെ ചെയ്യണമെന്നൊരാഗ്രഹമായിരുന്നു. പിന്നെ കുട്ടേട്ടനൊരാഗ്രഹം, എന്നാൽ എനിക്കും കൂടെ റീല് കളിക്കാമല്ലോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ റീലൊക്കെ ചെയ്തു, വളരെ എൻജോയ് ചെയ്തു. പക്ഷേ കുട്ടേട്ടൻ അടിപൊളിയായിട്ട് കളിച്ചു, പറയാൻ വാക്കുകളില്ല. സെറ്റായി എല്ലാവരും. നമ്മളതിൻ്റെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുട്ടേട്ടനെയാണല്ലോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ കുട്ടേട്ടൻ്റെ ആരാധകരാണ് മുഴുവനും. അങ്ങനെ നമ്മൾ അവിടുന്ന് റിട്ടേൺ പോരുകയാണ്. അവിടുന്ന് പോരുന്ന ഒരു സമയത്ത് നമ്മൾ ആ തമിഴ്നാട്ടിൽ തന്നെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. അവർ പിന്നെ അവർ കൊണ്ടുവന്ന ഐറ്റംസ് ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. പുതിയ ഐറ്റംസാണ്, അവിടുത്തെ സ്പെഷ്യലാന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. എനിക്ക് പിന്നെ അങ്ങനെ ആരോട് സംസാരിക്കാനൊന്നൊരു വലിയ കുറവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാവരുടെ അടുത്തും കയറി സംസാരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ അവർ തന്ന് നമ്മളെല്ലാവരും കൂടെ കഴിച്ചു. പിന്നെ അതാ ഇവിടെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ എനിക്ക് അപ്പോഴേക്ക് തീരെ വയ്യാണ്ടേ, ഇനി വേറൊരു സ്ഥലത്തേക്കും വരണം എന്നുള്ളൊരു ആഗ്രഹം ഇല്ലാത്ത പോലെ ഇപ്പോൾ എനിക്ക്. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ തണുപ്പ്, അപാര തണുപ്പായിരുന്നു, എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതാ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടേട്ടനൊക്കെ പറഞ്ഞു ഇതൊരു എക്സ്പീരിയൻസ് ആണ്, നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ട, ഞാൻ കണ്ണന് വാങ്ങുമ്പോൾ കഴിച്ചോളാം എന്ന് പറഞ്ഞു, കണ്ണൻ്റെ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഇനി അത് ഫുള്ള് വാങ്ങിയാൽ എനിക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞു, വെറുതെ വാങ്ങിയിട്ട് കളയണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്ക് ഒരു ടീഷർട്ടൊക്കെ ഒപ്പിച്ചെന്ന് അർജുൻ, തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിട്ടു. പിന്നെ എന്താ പറയുക, അപ്പോഴേക്കും നമ്മുടെ ഫുഡ് വന്നു. ഇത് ഫ്രൈഡ് റൈസ് ആയിരുന്നു, ചിക്കൻ ഫ്രൈഡ് റൈസാണ്. അവിടുത്തെ ഫ്രൈഡ് റൈസ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ കണ്ണന് വാരി കൊടുത്തു, ഞാനും കഴിച്ചു. എല്ലാവർക്കും വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ജിഷേച്ചിക്കൊക്കെ ഞാൻ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് മോനുട്ടനും വന്നു, ഒരു സ്പൂണായിട്ട് വരാൻ പറഞ്ഞു. ഞാൻ സ്പൂണൊക്കെ കൊണ്ടു തന്ന് കണ്ണനുള്ള. ഞാൻ പറഞ്ഞു നീയും കഴിച്ചോന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾക്കത് ബാക്കിയായിരുന്നു കേട്ടോ, ഫുള്ള് കഴിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വെറൈറ്റി ഐറ്റംസാണ് വാങ്ങിയത്. ഫ്രൈഡ് റൈസ്, പിന്നെന്താണ് നൂഡിൽസൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എഗ്ഗ് ഫ്രൈഡ് റൈസ്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പം ഞാൻ ഡ്രൈവറുടെ നേരെ അടുത്താണ് ഇരുന്നത്, നേരെ ഉള്ള സീറ്റിലുണ്ടല്ലോ. അപ്പോൾ ഡ്രൈവറുടെ അടുത്ത് ഫസലിൻ്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. പക്ഷേ മാത്രമല്ല, എല്ലാ ജംഗ്ഷനിലും എത്തുമ്പോൾ നിർത്താൻ പറയണമല്ലോ. ഞാനിവിടെ ഉണ്ട്, ഫസലെ നിർത്തിക്കോന്ന് പറയും. അപ്പോൾ ഫസൽ നല്ലൊരു സ്ഥലം നോക്കി സൈഡാക്കി നിർത്തി തരും. ഞാൻ വാൾ വെക്കും, തിരിച്ച് കയറും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോരുകയാണ്. പിന്നെ നല്ല ഉറക്കത്തിൻ്റെ ഒക്കെ ഒരു ഇതിലേക്ക് മാറിപ്പോയി. കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പം നല്ല ക്ഷീണമായി, ഉറങ്ങി. അങ്ങനത്തെ രാത്രി പിന്നെ നമുക്ക് കാഴ്ചകളൊന്നും കാണാനില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ല സുഖമായിട്ടൊരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങി. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടെ എത്താനായ സമയത്ത് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കലാശക്കൊട്ടുണ്ടല്ലോ, ആ കലാശക്കൊട്ടിൻ്റെ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി. അപ്പോഴേക്കിതാ നമ്മളിവിടെ വീട്ടിലെത്തി, ഇറങ്ങാണ് എല്ലാവരും. ഇറങ്ങിയത് നമ്മളെ ഡ്രൈവറുടെ അടുത്ത് യാത്രയൊക്കെ പറയാണ്, ഫസലിൻ്റെ അടുത്ത്. ഞങ്ങൾ പോവുകയാണ് ഗായ്സ്.